നമസ്കാരം. വിശ്വാസികളുടെയും ഭക്തകോടികളുടെയും ഒക്കെ തന്നെ പുണ്യഭൂമിയായ ശബരിമലയിൽ നടന്നിട്ടുള്ളത് വെറുമൊരു സാധാരണ മോഷണമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്ന വമ്പൻ കൊള്ളയാണ്. നിലവിൽ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കേവലം 90 ദിവസത്തിനുള്ളിൽ ഈ ദുരൂഹതകളുടെ ചുരുളടിക്കാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒരു ലളിതമായിട്ടുള്ള ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെ ഈ സ്വർണ്ണക്കൊള്ളയെ സമീപിക്കാൻ കഴിയില്ല. വർഷങ്ങളായി തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സമർപ്പിച്ച കിലോ കണക്കിന് സ്വർണം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ്റെ വൈദഗ്ധ്യം ഈ കേസിൽ നിർണായകമാണ്. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. ഈ കേസിലെ പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 മുതൽ ശബരിമലയിൽ സജീവമായിരുന്നു എന്നതിന് തർക്കമില്ലാത്ത തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്ന് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ PP രതീഷ് പകർത്തിയ ചിത്രം ഈ ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന രേഖയാണ്. കണ്ഠരര് രാജീവര് തന്ത്രിയായിരുന്ന കാലത്ത് മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിക്കൊപ്പം സഹായിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം വെറുമൊരു ഫോട്ടോയല്ല, മറിച്ച് വർഷങ്ങളായി അവിടെ നിലനിന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തെളിവാണ്. നിലവിൽ റിമാൻഡിലുള്ള ഗോവർദ്ധൻ മുൻപ് നൽകിയ മൊഴിയെ ഈ ചിത്രം ശരിവെക്കുന്നു. 2007 പടിപൂജയുടെ ആവശ്യത്തിനായിട്ട് ചെന്ന ഗോവർദ്ധനോട് കന്നഡയിൽ സംസാരിച്ച് ഇടപാടുകൾ ഉറപ്പിച്ചത് ഈ പോറ്റിയായിരുന്നു. അന്ന് ഗോവർദ്ധൻ നൽകിയ രസീതുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തതോടെ ഈ അഴിമതി ശൃംഖലയുടെ വേരുകൾ 18 വർഷം മുൻപ് തന്നെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്നത് വ്യക്തമാക്കുന്നു. ഈ മാഫിയ സംഘത്തിൻ്റെ തലച്ചോറായിട്ട് പ്രവർത്തിച്ചത് മൂരാരി ബാബു എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നത് ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തലാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ മുൻപ് പങ്കാളിയായിരുന്ന ഇയാൾ ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന് കൃത്യമായ രൂപരേഖ തയ്യാറാക്കി നൽകി. 1998-99 കാലഘട്ടം മുതൽ ഇയാൾ അവിടെയുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് ഓരോ 2 വർഷം കൂടുമ്പോഴും മാറി മാറി വരുന്ന പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും സ്വാധീനിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ശബരിമലയിലേക്ക് വരുന്ന സ്വർണത്തിന് കയ്യും കണക്കുമില്ലാത്തതിനാൽ തന്നെ യഥാർത്ഥ സ്വർണത്തിന് പകരം കുറഞ്ഞ മാറ്റുള്ള സ്വർണമോ ചെമ്പു തകിടുകളോ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ രൂപങ്ങൾ അവിടെ സ്ഥാപിക്കുകയും യഥാർത്ഥ സ്വർണം പുറത്തേക്ക് കടത്തുകയുമായിരുന്നു ഇവരുടെ രീതി. പഴയത് മങ്ങിപ്പോയിരിക്കുന്നു, വീണ്ടും മിനുക്കണം എന്ന തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒരു വാക്കിനപ്പുറം ആരും ചോദ്യം ചെയ്യില്ലെന്ന് ഉറപ്പാണ് ഈ കൊള്ളയ്ക്ക് അവർക്ക് ധൈര്യം നൽകിയത്. ശബരിമലയിലെ ഈ വൻ കൊള്ള വെറുമൊരു പ്രാദേശിക സാമ്പത്തിക കുറ്റകൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് കേന്ദ്ര ഏജൻസികളായിട്ടുള്ള IBയും EDയും ഒക്കെ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മുൻപ് സ്വപ്ന സുരേഷും സംഘവും വിദേശ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തിയതിന് സമാനമായോ അല്ലെങ്കിൽ അത്തരം സ്വാധീനം ഉപയോഗിച്ചോ ശബരിമലയിലെ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. പുരാവസ്തുക്കൾ കടത്താൻ ഡിക്ലറേഷൻ മാത്രം മതി എന്ന പഴുത് ഉപയോഗിച്ച് ഇന്ത്യയുടെ അമൂല്യ സമ്പത്ത് വിദേശത്തേക്ക് അയക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കേവലം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനപ്പുറമായിട്ട് ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന CBI നേരിട്ട് ഈ കേസ് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അഴിമതിയുടെ ആഴം പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അധികാരത്തിലിരുന്ന ദേവസ്വം ഭരണാധികാരികൾക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭക്തർ നൽകുന്ന കാണിക്കയും സ്വർണവും ഉപയോഗിച്ച് ചിലർ കോടികളുടെ സ്വത്തുക്കളും വീടുകളും ഒക്കെ തന്നെ വാങ്ങിക്കൂട്ടിയപ്പോൾ അത് ദൈവത്തിൻ്റെ പേരിലുള്ള കച്ചവടമായി മാറുകയായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം മുതൽ കട്ടിളപ്പാളി വരെ സ്വർണം പൂശിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ മൂല്യമുള്ള വസ്തുക്കൾ മാറ്റി പകരം ഡ്യൂപ്ലിക്കേറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. സ്വർണം പൂശാൻ ആവശ്യത്തിന് ഭക്തർ വീണ്ടും സ്വർണം നൽകുമെന്നതിനാൽ തന്നെ നഷ്ടപ്പെടുന്ന ഒന്നിനെക്കുറിച്ചും ആരും ആകുലപ്പെടില്ല എന്ന തന്ത്രമാണ് ഇവർ പയറ്റിയത്. ഭരണ സംവിധാനങ്ങളുടെയും ചില പുരോഹിതരുടെയും ഒക്കെ തന്നെ മൗനാനുവാദത്തോടെ നടന്ന ഈ പകൽക്കൊള്ള വിശ്വാസികളോടുള്ള ഏറ്റവും വലിയ ചതിയാണ്. ഏതായാലും ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നത് അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സ്വർണത്തിൻ്റെ ഓരോ തരിയും കടത്തപ്പെട്ട ഓരോ പുരാവസ്തുവും തിരികെ പിടിക്കുന്നത് വരെ അന്വേഷണം തുടരേണ്ടതായിട്ടുണ്ട്. തൊണ്ടിമുതലുകൾ കണ്ടെത്താതെ ഈ കേസ് അവസാനിപ്പിക്കുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. 90 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ട ഒന്നല്ല ഇത്. 1 വർഷമെങ്കിലും എടുത്ത് നടത്തുന്ന സത്യസന്ധമായിട്ടുള്ള അന്വേഷണം മാത്രമേ ശബരിമലയുടെ വിശുദ്ധി വീണ്ടെടുക്കാനായിട്ട് ഇവിടെ സഹായിക്കുകയുള്ളൂ. ഇവിടെ സ്വർണം മോഷ്ടിച്ചവർ അവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന് ഇവിടെ നീതി ലഭിക്കൂ. ഈ ഗൂഢാലോചനയുടെ പിന്നിലെ ഓരോ കണ്ണികളെയും പുറത്തു കൊണ്ടുവരുന്നതുവരെ പൊതുജനങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ.